ഗ്യാരണ്ടി യുദ്ധമാണോ എന്നുള്ളതാണ് ചോദ്യം. കോമഡി ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പ്രസ്താവന. കാരണം രണ്ട് കാരണങ്ങളാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ് കേരളത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്? ഞാൻ 2021 വാഗ്ദാനങ്ങളിലേക്കൊന്ന് പോകാം. അവിടെ പൂർ ഫാമിലിയിൽപ്പെട്ട, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും 6000 രൂപ പ്രതിമാസ പെൻഷൻ പ്രഖ്യാപിച്ചിരുന്നു ന്യായയുടെ ഭാഗമായി. ഇപ്പോൾ പ്രഖ്യാപിച്ച പെൻഷൻ എത്ര? 3000 രൂപ. ബാക്കി 3000 രൂപ പോയി. 2021 6000 രൂപ വാഗ്ദാനം പ്രഖ്യാപിച്ച് തോറ്റു തുന്നമ്പാടി 2026 വന്ന് ആ 6000 വെട്ടിക്കുറച്ച് 3000 ആക്കി വെച്ചു. ഒന്ന്. ഒരു വർഷം 72,000. ഇനി രണ്ട്, 72,000 രൂപ ഒരു വർഷം തരും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വാഗ്ദാനം, അല്ലേ? അതാണ് ഈ പറഞ്ഞ 6000 രൂപ എന്ന് പറഞ്ഞത്. എവിടെ പോയി ആ വാഗ്ദാനം? സ്ത്രീകൾക്കടക്കമുള്ള അവർക്ക് വേണ്ടി പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ എവിടെ? ഈ പറയുന്ന കണക്ട് അതെവിടെ പോയി? അതിന് പുതിയ പദ്ധതി വന്നു. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് കോൺഗ്രസ് നേതാക്കൾ ക്ഷമ പറയേണ്ടതാണ്. കാരണം ഇന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് അതിലെ അബദ്ധങ്ങൾ മനസ്സിലാവുക. ടാഗ് ലൈൻ കൊള്ളാം. കേരളം ജയിക്കും, UDF നയിക്കും. 2021 ടാഗ് ലൈൻ എന്തായിരുന്നു? നാട് നന്നാക്കാൻ UDF എന്നുള്ളതായിരുന്നു. അന്ന് ആ ടാഗ് ലൈൻ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. കേരളം LDFിനോടൊപ്പം നിന്നു. 2026 ടാഗ് ലൈനുമായിട്ട് വരുമ്പോൾ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഒറ്റയടിക്ക് എടുത്തു നോക്കിയാൽ, ഒന്ന് ആവർത്തന സമ്പന്നവും ഭാവനാ ദാരിദ്ര്യവും കേരളത്തിലെ രാഷ്ട്രീയവും സാമൂഹികവുമായ അവസ്ഥകളെ യാതൊരു തരത്തിലും അഡ്രസ്സ് ചെയ്യാത്തതും അങ്ങേയറ്റം കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെ പരിഹസിക്കുന്നതുമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം? എന്തുകൊണ്ട് ഇത് നടപ്പാക്കാൻ പോകുന്നില്ല? ഉദാഹരണത്തിന് നമുക്ക് പെൻഷൻ്റെ കാര്യം എടുക്കാം. പെൻഷൻ്റെ കാര്യത്തിൽ 3000 രൂപ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ കൊടുക്കുന്ന പെൻഷൻ എത്ര? 2000 ആണല്ലോ. 2000 UDFിൻ്റെ വിഹിതം എത്ര? ഇത്രയും വർഷം ഭരിച്ചിട്ടും UDFിൻ്റെ വിഹിതം ഈ 2000 എത്രയാണ്? 600 രൂപയല്ലേ? 600 രൂപ പെൻഷനാക്കിയതിന് ശേഷമല്ലേ UDF പോയത്? ആ 100 രൂപ വർധനമുണ്ടാക്കി പോയതിന് ശേഷം ഈ എത്ര കുടിശ്ശിക വരുത്തി എന്ന ചോദ്യത്തിന് പലകുറി നമ്മൾ പറഞ്ഞു മടുത്തതാണ്. നോക്കൂ, 2017 ഏപ്രിൽ മാസം 26-ാം തീയതി സ്വരാജ് ചോദിച്ച ചോദ്യത്തിന് TM തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി പറഞ്ഞ മറുപടി, ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയെന്ന് അറിയിക്കാമോ? അതായത് തൊട്ടു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും 2016 ജൂൺ മുതൽ 2017 വരെയുള്ള 10 മാസത്തെ പെൻഷനും ഈ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. 2014 നവംബർ മുതൽ. എന്നിട്ട് പറയുന്നുണ്ട്, അതായത് 2016 പോകുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന് 2014 മുതലുള്ള കുടിശ്ശിക. പക്ഷേ അത് കുറച്ചുകൂടി വ്യക്തത വരുത്തി നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എല്ലാവർക്കുമല്ല, പല മേഖലകളിൽപ്പെട്ടവർക്ക് പല കുടിശ്ശികകൾ എന്ന മട്ടിലാണ്. പക്ഷേ 18 മാസം കുടിശ്ശിക വാങ്ങിയവരുണ്ട്, 16 മാസം കുടിശ്ശിക വാങ്ങിയവരുണ്ട്, 12 മാസം കുടിശ്ശിക വാങ്ങിയവരുണ്ട്, 6 മാസം കുടിശ്ശിക വാങ്ങിയവരുണ്ട്, 4 മാസം കുടിശ്ശിക വാങ്ങിയവരുണ്ട്. പല തലങ്ങളിലാണ്. കാര്യം അന്ന് അതിനെ ഏകോപിപ്പിച്ചിട്ടില്ലായിരുന്നു പെൻഷനുകൾ. അതായിരുന്നു വാസ്തവം. അപ്പോൾ 18 മാസം വരെ പെൻഷൻ കുടിശ്ശികയാക്കിയവർ, അതും 600 രൂപ പെൻഷൻ കുടിശ്ശികയാക്കിയവർ, കഴിഞ്ഞ തവണ 6000 രൂപ വാഗ്ദാനം ചെയ്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയവർ മറ്റൊരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നു 3000 രൂപ ഞങ്ങൾ പെൻഷൻ തരും എന്ന് പറയുന്നു. അപ്പോൾ ജനങ്ങൾ ചോദിക്കില്ലേ, കഴിഞ്ഞ 18 മാസം വരെ കുടിശ്ശിക വരുത്തി നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതും 600 രൂപ 32 ലക്ഷം ആളുകൾക്ക് കൊടുത്ത UDF സർക്കാർ 18 മാസത്തെ കുടിശ്ശിക വരുത്തുമ്പോൾ 62 ലക്ഷം ആളുകൾക്ക് 2000 രൂപ വീതം 1 രൂപയുടെ കുടിശ്ശികയില്ലാതെ കൊടുക്കുന്ന LDF സർക്കാർ മറുഭാഗത്ത് നിൽക്കുമ്പോൾ ഈ പ്രഖ്യാപനം കേരളത്തിലെ ജനങ്ങൾ ചോദിക്കൂലേ? യഥാർത്ഥത്തിൽ ഇത് പെൻഷൻ വിഷയം ഈ രാഹുൽ ഗാന്ധി അഡ്രസ്സ് ചെയ്യാനേ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം എന്താ? മാന്യമായിട്ടുള്ള സാമൂഹിക നീതി എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഈ പറയുന്ന പഠനത്തിൻ്റെ ഭാഗമായിട്ട് നടത്താമായിരുന്നു. ഈ സർക്കാർ കൊടുക്കുന്ന പെൻഷൻ 2500 എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അത് LDF കൊടുത്ത പ്രകടന വാഗ്ദാനമാണ്. 3000 എന്ന് പറഞ്ഞു. പെൻഷൻ്റെ കാര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസിനെയോ UDFിനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് കേരളത്തിലെ ജനങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതാത്തൊരു സമൂഹത്തിലേക്ക് ഈ പെൻഷൻ്റെ വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ട്രോളിന് വിധേയമാവില്ലേ? നിങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടി? പ്രൂവ്ഡ് അല്ലേ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത്? അതൊന്ന്. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹം ഒഴിവാക്കണമായിരുന്നു. പക്ഷേ അത് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാൻ പോകുന്നുവെന്ന കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് KSRTCയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഏറ്റവും നന്നായി വിശദീകരിച്ച മന്ത്രി ആര്യാടൻ മുഹമ്മദാണ്. എന്താ പറഞ്ഞത്? KSRTC പൂട്ടുന്ന വക്കിലാണ്, നഷ്ടത്തിലാണെന്ന് പറഞ്ഞു. ഇന്ന് KSRTC ലാഭത്തിലേക്ക് നയിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ബിസിനസ് ക്ലാസ് ബസ് ഇറക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് KSRTCയെ വരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്? എങ്ങനെയാണ് അതിനെ കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? ഈ സ്ത്രീകൾ, നേരത്തെ സുനില കണക്ക് പറഞ്ഞു, 40% സ്ത്രീകളും കുട്ടികളും യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ
വനിതകളും യാത്ര ചെയ്യുന്ന KSRTC ബസ്സിനെ സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ പ്രഖ്യാപനം വേറെ എവിടെയോ കേട്ടിട്ട് നോക്കിയപ്പോഴാണ് കർണാടകയിലെ വാഗ്ദാനം കേട്ടത്. ഇപ്പോൾ കർണാടക സർക്കാർ എന്താ ചെയ്യുന്നത്? ആ വാഗ്ദാനം കൊടുത്ത് കുടുങ്ങി. ഒടുവിൽ അത് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? അത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകളിലേക്ക് മാത്രമായിട്ട് പരവപ്പെടുത്താൻ തീരുമാനിച്ചു. ഇവിടെ നോക്കൂ, മാത്രല്ല പുരുഷന്മാരുടെ റേറ്റ് കൂട്ടി. ഇതാണ് അവിടെ സംഭവിച്ചത്. മാത്രമല്ല, അങ്ങനെയല്ലല്ലോ നിങ്ങൾ അഡ്രസ് ചെയ്തത്. കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം കേരളത്തിലെ യാത്രാ സംവിധാനത്തിന് സൗജന്യ യാത്ര എന്നുള്ളതല്ല. കേരളം അതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്താതെ പോയത്? കർണാടകയെ കൊണ്ട് പ്രയോഗിച്ച് അതേ സാധനം എടുത്ത് ഇവിടെ ഇടുക, തെലങ്കാനയെ കൊണ്ട് പ്രഖ്യാപിച്ച് അതേ സാധനം എടുത്ത് കേരളത്തിൽ കൊണ്ട് വിൽക്കുക. അതെങ്ങനെ? രണ്ടും രണ്ട് ടെറൈനല്ലേ, രണ്ടും രണ്ട് സമൂഹമല്ലേ? അത് അഡ്രസ്സ് ചെയ്യണ്ടേ? എന്നിട്ട് കേരളത്തിൽ LDF സർക്കാർ KSRTC ലാഭത്തിലാക്കിയ KSRTCയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സൗജന്യ യാത്രാ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിൽ ഈ സ്ത്രീകൾക്കൊന്നും സൗജന്യമൊന്നും ആ അർത്ഥത്തിൽ ആവശ്യമില്ല. കേരളത്തിൽ അവർക്ക് ആവശ്യം അന്തസ്സോടെ തൊഴിലെടുക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അന്തസ്സോടെ പണിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്നൊന്നായി ഇല്ലാതാക്കി 1991 മുതൽ വന്ന സർക്കാരിൻ്റെ പേര് കോൺഗ്രസ് സർക്കാർ എന്നാണെന്ന് നമുക്കറിയാമല്ലോ. അത് രണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് അടക്കം 1000 രൂപ വീതം പ്രതിമാസം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സർ, കേരളത്തിൽ അത് നടപ്പിലാക്കി LDF സർക്കാർ. അതറിയാതെ പോയി രാഹുൽ ഗാന്ധി. കണക്ട് വർക്ക് എന്ന് പറയുന്ന പരിപാടി, കണക്ട് വർക്കിനകത്ത് എന്താ? കണക്ട് വർക്കിനകത്തുള്ളത് സ്കോളർഷിപ്പ് പദ്ധതിയാ. അതിനകത്ത് ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടും. സ്മൃതി, ഇതാണ് കേരളത്തിലെ ഈ അവസ്ഥ. യാഥാർത്ഥ്യം എന്തെന്ന് ബോധ്യമാവാതെ വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപനങ്ങളെടുത്ത് കോപ്പി എടുത്തു വെച്ചു. ഈ പെൻഷന്റെ കാര്യത്തിൽ പറഞ്ഞ 600 രൂപ മാത്രമായിരുന്നു അന്നത്തെ പെൻഷൻ. എങ്ങനെയാണ് 600 രൂപയല്ലേ? അതായത് 60 വയസ്സ് കഴിഞ്ഞ, മറ്റൊരു പരിഗണനയും ഇല്ലാത്ത 60 വയസ്സ് കഴിഞ്ഞ ഒരു സാധാരണ ആളിന് കിട്ടുന്ന പെൻഷൻ അന്ന് പലതരം പെൻഷനുകൾ ഉണ്ടായിരുന്നു. 600 മുതൽ 1500 രൂപ വരെ പെൻഷനുകൾ ഉണ്ടായിരുന്നു. പലതരം പെൻഷൻ, ഒന്നിലധികം പെൻഷനുകൾ ഒരാൾക്ക് കിട്ടുമായിരുന്നു. അത് പിന്നീട് ദുരുപയോഗം ചെയ്യുന്നു എന്ന ഘട്ടം വന്നപ്പോഴാണല്ലോ അത് നിർത്തലാക്കിയത്. എന്നിട്ട് 1500 രൂപ പെൻഷൻ വരെ ഉണ്ട്, ഏകീകരിച്ചു. അപ്പോൾ ഈ 600 എന്ന് മാത്രം പറയുന്നത് ശരിയാണോ? അല്ല, എന്റെ ചോദ്യം ആക്ച്വലി കറക്റ്റ് ആണോ? ശരി. എനിക്ക് സ്മൃതിയുടെ ചോദ്യം മനസ്സിലായി. മുഴുവൻ 1500 രൂപ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പെൻഷൻ വാങ്ങിയിരുന്ന എത്ര ശതമാനം ആളുകൾ ഉണ്ടായിരുന്നു? ഞാൻ പറയാം. അത് കേവലം 5% താഴെ. എവിടെ? 32 ലക്ഷത്തിന്റെ 5% താഴെ. കാര്യം 80 വയസ്സ് കൂടി പിന്നിട്ട കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ഉൾപ്പെടുമ്പോൾ മാത്രമാണ് അത് ആ തുകയാവുന്നത്. ബാക്കിയുള്ള ബഹുഭൂരിപക്ഷവും വാങ്ങിയിരുന്നത് 600-നും 1200-നും ഇടയിൽ. ബഹുഭൂരിപക്ഷവും വാങ്ങിയിരുന്നത് 1200-ന് ഇടയിലായി. കേൾക്കൂ, ബഹുഭൂരിപക്ഷം വാങ്ങിയിരുന്നത് 600. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ 600 രൂപ പെൻഷൻ വാങ്ങുന്നുണ്ടോ? അല്ലേ, ഓരോ വർഷം കഴിയുമ്പോഴും ജീവിത സാഹചര്യം മാറുന്നു, വിലക്കയറ്റം വരുന്നു. അതിനനുസരിച്ച് 10 വർഷം ശരിയല്ല. സമയമാണ്. അപ്പൊ സ്മൃതി ചോദിച്ചത് ഞാൻ ഇടപെട്ട് ക്ലാരിറ്റി വരുത്തിയെന്നേ ഉള്ളൂ. ആ 600 രൂപ പോലും 18 മാസം ചില ആളുകൾക്ക് മുടങ്ങിക്കിടന്നു എന്നത് യാഥാർത്ഥ്യമാണെന്നുള്ളതാണ് ഞാൻ വായിച്ചത്. രണ്ടാമത്തെ അങ്ങ് പറഞ്ഞ ഒരു പോയിന്റ് കൂടി ഒന്ന് കണ്ണിച്ചോട്ടെ. KSRTC അങ്ങ് പറഞ്ഞു, KSRTCയിൽ എത്ര ജീവനക്കാരെ പിരിച്ചുവിട്ടുണ്ടെന്ന് പരിശോധിക്കണം. കുടിശ്ശിക ഉൾപ്പെടെ നൽകി അവരെ തിരിച്ചെടുക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ അവർക്ക് DA ഉണ്ട് എന്നുള്ള ചോദ്യം അവിടെയൊക്കെയുണ്ട്. ഈ കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. KSRTC ലാഭത്തിലാക്കി എന്ന് പറയുമ്പോൾ ആളുകളെ പിരിച്ചുവിട്ടിട്ട് കൂടിയാണ് ലാഭത്തിലാക്കിയത്. നോക്കൂ, ഇപ്പോ KSRTCയുടെ അവസ്ഥ 2021-നേക്കാൾ ഭേദമാണോ അല്ലയോ? ഉള്ളി പറയൂ, ആണോ അല്ലയോ? 2016 തൊലിപ്പുറത്തെ ചികിത്സ മാത്രം പറയാതെ അതിനകത്ത് കടക്കുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടെന്നേ. ഇപ്പൊ അങ്ങ് ഇപ്പൊ 600 നിന്നു, 600 മാറി 1200 വരെ 1500 ഉള്ളതായി. അത് കഴിഞ്ഞപ്പോൾ അല്ലല്ല, അങ്ങനെ പറഞ്ഞു പോലെ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. 34,000 കോടി രൂപ പെൻഷൻ കൊടുക്കാതെ ബാക്കി വെച്ചിട്ടാണ് ഇത് പറയുന്നത്. 34,000 കോടിയാണ്. ഞാൻ അതുകൊണ്ടാണ് ആന്റോ അഗസ്റ്റിൻ നിയമസഭയിൽ നിന്ന് അരുൺ സാറേ, ഇത് തർക്കിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് ക്ലിയർ ആണ്. 10 വർഷം കൊണ്ട് 34,000 കോടി രൂപ ക്ഷേമ 34,000 കോടിയാണ്. 5% പേർക്ക് കിട്ടുന്നതാണോ 95% പേർക്ക് കിട്ടുന്നതാണോ നമ്മൾ പറയേണ്ടത്? 5% തള്ളിക്കളയുന്ന ശതമാനമാണോ? അല്ല, അങ്ങ് 95 5%-ന് 1200 എന്ന് കിട്ടുന്ന 1500 കിട്ടുന്ന കണക്ക് അങ്ങ് ഒമിറ്റ് ചെയ്തിട്ടാണ് ബാക്കി പറഞ്ഞത്. 32 ലക്ഷത്തിൽ 28 ലക്ഷത്തിനും കിട്ടുന്നത് 600 രൂപയാണെന്നിരിക്കെ നമ്മൾ എങ്ങനെയാണ് അതിനെ 1200 എന്ന് പറയുക?
നിങ്ങൾ അപ്പ പറയേണ്ടിരുന്നത് ഈ 500-ഉം 1500-ഉം ഞാനതാണ് പറഞ്ഞത്. 1500-ഉം അങ്ങനെ പറയാനില്ലാതെ. അങ്ങനെ പറയാൻ കഴിയില്ല. വളരെ മുൻപ് ഈ വിഷയം, പെൻഷന്റെ വിഷയം നമ്മൾ വ്യക്തമായി ഇതേ മീഡിയ എഡിറ്റേഴ്സിൽ ചർച്ച ചെയ്ത് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞ അങ്ങനെ അവസാനിപ്പിക്കില്ല. അങ്ങ് പറഞ്ഞ ക്ലാരിറ്റി അങ്ങ് പറയാണ്. അത് ശരിയല്ല. പറയുന്ന ഭാഗം നമ്മൾ പറയുന്നു. പെൻഷന്റെ വിഷയത്തിൽ അല്ല, ഇത് പെൻഷൻ മാത്രമല്ല, 1980 45 രൂപയാണ് സംസ്ഥാനത്തെ പെൻഷൻ. 91 60 രൂപ. 2 കോൺഗ്രസ് സർക്കാരുകളും ഇടയ്ക്ക് കൂട്ടിയില്ല. 96 ഞാനത് പറഞ്ഞു നിർത്തിക്കോട്ടെ. 500 രൂപ 500 രൂപയാക്കിയത് വിഎസിന്റെ കാലത്താണ്. പിന്നീട് 100 രൂപയെ കൂട്ടിയുള്ളൂ. പിന്നെ അത് ഈ 2000 വരെ പോയത് കഴിഞ്ഞ 10 വർഷമാണ്. ഇത്ര ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഈ 2000 രൂപയിൽ 2000 രൂപ എത്ര ആക്കിയത്? അല്ല, ഈ 2000 രൂപയിൽ സ്മൃതി, ഇതിനകത്ത് എത്ര രൂപയാണ് കോൺഗ്രസിന്റെ സംഭാവന? അത് പറഞ്ഞാൽ മതി. ഈ 2000 രൂപ ഇപ്പൊ വാങ്ങുന്നതിൽ കോൺഗ്രസിന്റെ സംഭാവന എത്രയാ? 100 രൂപ. അതാണ് ഈ പറയുന്ന 32 ലക്ഷം പേർക്ക് കൂട്ടിക്കൊടുത്തത്. അതാണ് കഴിഞ്ഞ 18 മാസം പല ഘട്ടങ്ങളിലായി പല കാറ്റഗറിയിലുള്ള ആളുകൾക്ക് കുടിശ്ശികയിട്ടത്. ഞാൻ അതുകൊണ്ടാണ് നിയമസഭയിലെ ഉത്തരം തന്നെ വായിച്ചത്. എനിക്കറിയാം ഇത് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, കോളേജ് വിദ്യാർത്ഥികളുടെ കാര്യം ഞാൻ ഈ പറഞ്ഞത്. കോളേജ് വിദ്യാർത്ഥികളുടെ കാര്യം, ഇത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി വാഗ്ദാനം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ നാണമില്ലേ? കണക്ട് വർക്കിന്റെ പേരിലാണ് ഇത് കർണാടകയിൽ കൊണ്ടുവന്നു കേട്ടോ. കർണാടകയിൽ അതിന്റെ പേര് ഗൃഹലക്ഷ്മി, പിന്നെ യുവനിധി, ഇങ്ങനെ 2 പ്രോജക്റ്റുകളെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റേഷൻ സ്റ്റാറ്റസ് ഞാൻ നോക്കി 40%. ഇനി ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷമായിട്ട് പ്രഖ്യാപിക്കുന്നു. എവിടെ നിന്ന്, ഏത് ഫണ്ടിൽ നിന്ന്, ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാണ്? നോക്കൂ സാർ, സ്മൃതി, നമ്മുടെ കേരളത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് ഒരു ഫാമിലി ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നത് 5 ലക്ഷം രൂപ വരെയാണ്. എവിടെ? ബിലോ പോവർട്ടി ലൈനിൽ. ആ പദ്ധതിക്ക് ഒരു പേരുണ്ട്, കാസ്പ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. ആ പദ്ധതിയിൽ കേന്ദ്രവിഹിതം എത്രയാണെന്നറിയോ? 150 കോടിയാണ്. ആ പദ്ധതിയിൽ നമ്മൾ എത്രയാണ് മുടക്കുന്നതെന്നറിയാമോ? 1500 കോടിയാണ്. എന്ന് പറഞ്ഞാൽ 10% മാത്രം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുള്ള ഈ കാസ്പ് എന്ന് പറയുന്ന പദ്ധതിയാണ് കേരളത്തിൽ ഇപ്പോൾ നിലവിലിരിക്കുന്നത്. ഇതിനെയാണ് 5 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത്. 25 ലക്ഷം രൂപ ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണ്. എവിടെ നിന്ന്, ഏത് പണത്തിൽ നിന്ന്, ഏത് പദ്ധതിയുടെ ഭാഗമായി? കേരളത്തിലെ ജനങ്ങളത് വിശ്വസിക്കുമോ? അല്ല, എങ്ങനെ ചോദിക്കും? എങ്ങനെ? ഏത് പദ്ധതി? ആകെ തരുന്നത് 150 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ. 1500 കോടിയിൽ എവിടെ നിന്ന് പൈസ കണ്ടെത്തും? പറയൂ, എവിടെ നിന്നാണ് ഈ പദ്ധതി ഒന്ന് വിശദീകരിച്ചാലുണ്ടല്ലോ ഒരു സംശയമില്ല. അതാണ് ഒന്ന്. ഇനി അടുത്തത്, യുവസംരംഭങ്ങൾക്ക് 5 ലക്ഷം പലിശരഹിത വായ്പ. ഏത് അക്കൗണ്ടിൽ നിന്ന്? ഇവിടെ സ്റ്റാർട്ടപ്പ് മിഷൻ വന്നപ്പോൾ 320 സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് 7000 സ്റ്റാർട്ടപ്പുകളിലേക്ക് അത് വളർന്നു. അത് വളർന്നത് എങ്ങനെയാ? സ്റ്റേറ്റിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാ. വ്യക്തമായി സർക്കാർ പാസാക്കിയ സ്റ്റാർട്ടപ്പ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 5 ലക്ഷം രൂപ ഉപാധിരഹിത വായ്പ ആർക്ക് കൊടുക്കാൻ, എങ്ങനെ കൊടുക്കാൻ, എന്താണ് ഇതിന്റെ സ്കീം? അടുത്തത്, മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക വകുപ്പ്. ഞാനത് വിടുന്നു, അതൊക്കെ വരുന്ന കാര്യം. ഇനി അതിന്റെ സ്റ്റാറ്റസ് കൂടി ഞാൻ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഇതിനു മുമ്പ് പ്രഖ്യാപിച്ച ഇതേ വാഗ്ദാനങ്ങൾ കർണാടകയിൽ നടപ്പിലാക്കിയതിനെ കുറിച്ച്, കർണാടകയിൽ 55 വാഗ്ദാനങ്ങളെ കുറിച്ച് ഇപ്പോൾ റൈറ്റ് ഇൻഫർമേഷൻ കൊടുത്തു. എത്ര എണ്ണം നടപ്പിലാക്കി? 55 RT കൊടുത്തു. 59 എണ്ണത്തിൽ ആകെ നടപ്പിലാക്കിയത് 2 എണ്ണം. കർണാടക സർക്കാരിൻ്റെ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിൻ്റെ സ്റ്റാറ്റസാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി വളരെ രസകരമായൊരു വാഗ്ദാനം കൊടുത്തിരുന്നു ഹിമാചൽ പ്രദേശിലെ കർഷകർക്ക്. എന്താണെന്നറിയാമോ? കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ചാണകം 2 രൂപയ്ക്ക് വാങ്ങി ആ ചാണകം ഇടുന്ന പശുവിൻ്റെ പാല് 100 രൂപയ്ക്ക് വാങ്ങും എന്നുള്ളതായിരുന്നു വാഗ്ദാനം. ഒരൊറ്റ കർഷകർ കിട്ടിയിട്ടില്ല. 2 രൂപ. അവരുടെ വീട്ടിൽ ചാണകവുമായിട്ട് കാത്തിരിക്കുക കർഷകർ. ചാണകവുമായിട്ട് ഹിമാചൽ പ്രദേശിൽ കാത്തിരിക്കുന്ന കർഷകരുടെ അടുത്തേക്ക് ഒരു കോൺഗ്രസിന്റെ മന്ത്രി വന്നില്ല 2 രൂപയ്ക്ക് ചാണകം വാങ്ങാൻ, 100 രൂപയ്ക്ക് പാല് വാങ്ങാൻ. തീർന്നില്ല ആൻഡ്രൂ അഗസ്റ്റിൻ. കൗതുകരമായ എന്തറിയോ? അത് കഴിഞ്ഞ് ഇത് വലിയ വിമർശനത്തിന് വിധേയമായപ്പോൾ കഴിഞ്ഞ വർഷം ഈ 2 രൂപ 3 രൂപയാക്കി. 2 രൂപ 3 രൂപയാക്കിയിട്ട് പറഞ്ഞു ഇതെല്ലാ ചാണകവും വാങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡീകമ്പോസ് ചെയ്ത ചാണകം മാത്രമേ വാങ്ങൂ. എങ്കിൽ നിങ്ങൾ ആ ചാണകമെങ്കിലും വാങ്ങ്. ആ ചാണകവും വാങ്ങിയില്ല. സർ, ചാണകം 2 രൂപയ്ക്ക് വാങ്ങുമെന്ന് പറഞ്ഞ് ആ പറഞ്ഞ വാഗ്ദാനം പോലും പാലിക്കാതെ ഹിമാചൽ പ്രദേശിൽ പരാജയപ്പെടുത്തിയ കോൺഗ്രസ് കേരളത്തിൽ വന്നിട്ട് പറയാണ് ചാണകം മേടിക്കുന്ന പാലെങ്കിലും വാങ്ങ് എന്നിട്ട് വന്ന് പറയാണ് ഇതൊന്നും വേണ്ട. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കൂലേ, സർ ഈ ഗ്യാരണ്ടിയൊക്കെ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ഇട്ടുപോയ കല്ലിനുമേതെ ഒരു കെട്ടിടമെങ്കിലും കെട്ടി ഉയർത്തി ആ വയനാട്ടിലെ ചൂരമലയിലെ മുണ്ടക്കയിലെ മനുഷ്യർക്കൊരു വീട് കെട്ടിക്കൊടുത്താൽ നിങ്ങൾ പറഞ്ഞ ഗ്യാരണ്ടി ഞങ്ങൾ ഗ്യാരണ്ടിയാണെന്ന് വിശ്വസിക്കാം. നിങ്ങൾക്കറിയുമോ, കേരളത്തിൽ കാസ്പ് ഇൻഷുറൻസ് അല്ല, അഷുറൻസിന്റെ സ്കീമിലാണ് വരുന്നത്. ഇൻഷുറൻസിന് ഏതെങ്കിലും കമ്പനിക്ക് കൊടുത്ത പരിപാടിയല്ല, അഷുറൻസ് സ്കീമിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയതാ. ഇതാണ് കാരുണ്യ പദ്ധതി. കാസ്പിന്റെ പദ്ധതി എത്ര കൊടുത്തിരുന്നു? എത്ര പറയൂ, കണക്ക് പറയൂ. കാരുണ്യ പദ്ധതി എത്ര കൊടുത്തിരുന്നു? എങ്ങനെ കാസ്പിന്റെ ബിലോ പോവർട്ടി ലൈൻ എങ്ങനെ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ അടുത്തത് 1111 കോടി. ഇപ്പൊ എത്ര? 1500.
കൂടുതലാ ബിലോ പോവർട്ടി ലൈനിൽ. അല്ല വർഷമൊക്കെ കഴിയുമ്പോൾ കാലം കഴിയും 10 വർഷമായിരുന്നേ. പിന്നെ അത് 5 വർഷം കൊണ്ട് കാസ്പിൽ നമ്മൾ 1500 കോടിയും 2000 ആക്കിയത് വലിയ കണക്കായി പറയുമ്പോൾ അത് പറയേണ്ടി വരും. ഒരു വീഡിയോ ഞാൻ ഇന്ന് കണ്ടു. പറയുന്നത് അതായത് യൂത്ത് കോൺഗ്രസിന്റെ വീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞെങ്കിൽ രാഹുൽ ഗാന്ധി അത് ഏറ്റെടുക്കുമെന്ന് ഉറപ്പ് നൽകിയെന്നാണ് പറഞ്ഞത്. 2 രാഹുലിന്റെ വാഗ്ദാനം നടത്തി. എവിടെ ഏത് വാഗ്ദാനം പാലിച്ചിട്ടുണ്ട്? ആപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞു. ആപ്പ് ഉണ്ടാക്കിയോ? ഒരു സോപ്പ് കൊടുത്തോ? വേറൊരു വാക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പറയണമെന്നുള്ളത് ന്യായമല്ലാത്തതുകൊണ്ട് നമ്മൾ പറയാം. ആപ്പും കൊടുത്തില്ല, സോപ്പും കൊടുത്തില്ല അവിടെ. എന്നിട്ടാണ് പുതിയ ഗ്യാരണ്ടി വൃത്തിയാക്കിയിട്ടില്ല. എന്നിട്ടാണ് ഈ ഗ്യാരണ്ടി. ആര് വിശ്വസിക്കും എന്നുള്ളതാണ് ചോദ്യം. മറുഭാഗത്തോ 600 വാഗ്ദാനങ്ങളിൽ 600 പാസ് 585 എണ്ണവും പാസ്സാക്കിയത് 99% ഒന്നാമത്തെ പിണറായി സർക്കാർ പാസ്സാക്കുന്നു. രണ്ടാമത് 900-ൽ ഏകദേശം 97% പാസ്സാക്കിയിട്ട് വരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമോ, ഇന്ന് ഉദ്ഘാടനം ചെയ്ത പെരുമ്പളം പാലം എത്രയാ കോടിക്കാണ് നിർമ്മിച്ചിരിക്കുന്നത്? 100 കോടിക്ക്. എത്ര പേർക്കാണ് അതിന് ആനുകൂല്യം ലഭിക്കുക? 12,000 മനുഷ്യർക്ക് കണ്ടേ ഇത് കിട്ടത്തുള്ളൂ. തുരുത്തിലുണ്ടായിരുന്ന കുറച്ച് മനുഷ്യരാ, പാവപ്പെട്ട മനുഷ്യരാ. പക്ഷെ അവർക്ക് 100 കോടി. ഏതാ ഫണ്ട്? കിഫ്ബി ഫണ്ട്. നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തതാ എങ്ങനെയാ ഈ തുരങ്ക പാത നിർമ്മിച്ചിരിക്കുന്നത് കിഫ്ബി. ആ കിഫ്ബി വേണ്ടെന്ന് വെച്ച സർക്കാരാ. ഈ പണം കിഫ്ബിയിൽ നിന്ന് കണ്ടെത്താൻ പറ്റുമോ ഈ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി? ഇത് എവിടെ നിന്ന് ഈ പണം വരും സാർ? എങ്ങനെ ഈ ഗ്യാരണ്ടി നടപ്പാക്കും സാർ? ഇത് കേരളത്തിന് ആവശ്യമുള്ളതാണോ? ഇതാണോ കൊട്ടിഘോഷിച്ച ഗ്യാരണ്ടി എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് ഈ ഗ്യാരണ്ടി യഥാർത്ഥത്തിലൊരു കോമഡി പ്രഖ്യാപനം മാത്രമായി പോയി എന്നുള്ളതാണ് മിനിമം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് പ്രഖ്യാപിക്കാൻ വേണ്ടി കുറച്ചുകൂടി കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന, ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്കീം കൊണ്ടുവരേണ്ടിയിരുന്നു എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല എന്നതാണ് ഒടുവിൽ ഈ പ്രഖ്യാപനം. തർജ്ജമയോ പോകട്ടെ, തർജ്ജമയ്ക്ക് സമാനമായ രീതിയിൽ ഇത് മാറി. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. അതിൻ്റെ എനിക്കറിയാം, കുറച്ചധികം സമയം ഞാൻ എടുത്തു. മോദി പിണറായിയെ നിയന്ത്രിക്കുന്നു എന്നാണല്ലോ ഇന്ന് പറഞ്ഞത്. ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാർ മോദി സർക്കാരിനെതിരെ പാസ്സാക്കിയ എത്ര പ്രമേയങ്ങൾ നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ പറ്റും? ഞാൻ 2019 മുതൽ എണ്ണി നോക്കുകയായിരുന്നു. നിയമസഭയിൽ മോദി സർക്കാർ കൊണ്ടുവന്ന ജനവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും മതേതര വിരുദ്ധവുമായിട്ടുള്ള നയങ്ങൾക്കെതിരെ കൊണ്ടുവന്നത് 7 പ്രമേയങ്ങളാണ്. 7 പ്രമേയങ്ങൾ കേരളത്തിലെ നിയമസഭ പാസാക്കി. മോദി നിയന്ത്രിക്കുന്ന പിണറായി സർക്കാരാണോ മോദി സർക്കാരിനെതിരെ 7 പ്രമേയങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്? 2019 പൗരത്വ നിയമ ഭേദഗതി, 2020 കേന്ദ്രത്തിന്റെ കർഷക നിയമങ്ങൾക്കെതിരെ കേരള സർക്കാർ പാസാക്കിയ നിയമസഭയിലെ പ്രമേയം, 2023 യൂണിഫോം സിവിൽ കോഡിനെതിരെ, 2024 കേന്ദ്ര നയത്തിന്റെ ഞെരുക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയ്ക്കെതിരെ, 2024 ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഇലക്ഷൻ പ്രഖ്യാപനത്തിനെതിരെ, 2024 തന്നെ വയനാടിനോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ, ഇങ്ങനെ തുടർച്ചയായി കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒടുവിൽ കേരളം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന പേരിൽ പൗരത്വ നിയമ ഭേദഗതിയെ മറികടക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ വളരെ വിഭാഗീയമായ നിയമനിർമ്മാണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സ്വന്തം നിയമനിർമ്മാണം നടത്തിയ ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റേത് സംസ്ഥാനം നടപ്പിലാക്കിയിട്ടുണ്ട് സാർ? മറ്റേത് സംസ്ഥാനം പാസ്സാക്കിയിട്ടുണ്ട്? മറ്റേത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം പാസ്സാക്കിയിട്ടുണ്ട്? കേന്ദ്ര സർക്കാർ കൊടുത്ത PMC പദ്ധതി വാങ്ങി കൃത്യമായി സ്വന്തം അക്കൗണ്ട് വീർപ്പിച്ച കോൺഗ്രസ് അല്ലേ രാജസ്ഥാൻ ഭരിച്ചത്? അതേ കോൺഗ്രസ് അല്ലേ ഹിമാചൽ പ്രദേശിൽ ഉണ്ടായിരുന്നത്? അതേ കോൺഗ്രസ് അല്ലേ കർണാടകയിൽ ഉണ്ടായിരുന്നത്? എന്നിട്ട് PMCയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ് ഇതാ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് മോദിയാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് യാഥാർത്ഥ്യത്തോട് പുലബന്ധമില്ലാത്ത പ്രഖ്യാപനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. ഗ്യാരണ്ടി യുദ്ധമാണോ എന്നുള്ളതാണ് ചോദ്യം. അതൊരു കോമഡി യുദ്ധമായി മാറി എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. Meet the editors.